ഹലോ ഗൈസ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ്. അത് നിങ്ങൾക്കും അറിയാം, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനാവശ്യമായത് നമുക്ക് ബീട്രൂട്ട്, അരമുറി തേങ്ങ, പിന്നെ വറ്റമുളക്, വേപ്പിൻ്റെ ഇല. ഞാൻ ഓരോന്നും ഉണ്ടാക്കുന്ന പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ബീട്രൂട്ട് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കഴുകണം. അതേ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വെള്ളത്തിയിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഇത് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വെള്ളത്തിയിട്ട് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മളിതേ ബീട്രൂട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ പീസായിട്ടല്ല കട്ട് ചെയ്യണത്, പിന്നെ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ മിക്സിയിലാണോന്ന്, അപ്പം നമ്മൾ ജാറിലാണ് ഇനിയിപ്പോൾ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ തോരന് വേണ്ട കഷ്ണങ്ങളാക്കി എടുക്കാൻ പോകുന്നത് നമ്മൾ ജാറിലാട്ടോ. അത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കഷ്ണങ്ങളെ ഇടുന്നുള്ളൂ. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അരയാനൊക്കെ പറ്റാതിരിക്കും. അപ്പോൾ നമ്മൾ ഇതേ കുറച്ചിട്ടിട്ട് നമ്മൾ അരയ്ക്കാൻ പോകട്ടോ. ഇനി അരച്ചിട്ട് വരാം കേട്ടോ. നല്ല അരയ്ക്കാൻ പാടില്ല കേട്ടോ. നല്ല അരയ്ക്കാതെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അതും അപ്പം ഗായ്സ് ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. അധികം അരയ്ക്കാൻ പാടില്ല, നമ്മൾ ബാക്കിക്ക് ഇട്ട് അരയ്ക്കുന്നത് കേട്ടോ. ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതേ നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു 2 മുളകും ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പം നമ്മൾ ഇട്ട് അരയ്ക്കേണ്ടത് ഇതിലിട്ട് അരയ്ക്കേണ്ടത് കേട്ടോ. ഇതിലിട്ട് അരച്ച് കഴിഞ്ഞാൽ അധികം ഓവറായി അരയാതെ നല്ലപോലെ നമ്മൾ ഉദ്ദേശിച്ച അരവ് കിട്ടും ചെയ്യും കേട്ടോ. ഇതിലിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് തേങ്ങ അരയ്ക്കുമ്പോഴും ഞാൻ ഇതിലിട്ട് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ ഇതേപോലെ ഒന്ന് അരച്ചു കൊണ്ടിരുന്നത് ബീട്രൂട്ടിൻ്റെ അതേപോലെ തന്നെ നമ്മൾ തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ അരച്ചെടുത്ത് അപ്പോൾ ഗ്യാസ് കത്തിച്ച് നമ്മൾ പാൻ വെച്ചു കേട്ടോ. ഈ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാൻ അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മളിതേ കടുക് ഇട്ട് കൊടുക്കാൻ പോകട്ടോ. കടുക് ഇട്ടു കേട്ടോ. ഈ കടുക് പൊട്ടി വരിക. ഈ കറിവേപ്പിലയും കുത്തുമുളകും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിത് വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബീട്രൂട്ടിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് നന്നായി ഇതിന് ചേർത്ത് കൊടുക്കല്ല, അതുകൂടി നന്നായി യോജിപ്പിച്ചെടുക്കട്ടെ. നമുക്ക് ഇതേ നന്നായി ഇറക്കി കൊടുക്കുക. ആവശ്യത്തിന് ഇതേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. നമുക്കിതൊന്ന് ഇളക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതേ ഒന്ന് അടച്ച് വേവിക്കാം കേട്ടോ. ഇത് ബീട്രൂട്ട് ഒന്ന് അടച്ച് വേവിക്കുകയാണ്. അടച്ച് വേവിക്കും. അപ്പോൾ നമ്മൾ വെന്ത് വന്നോ നോക്കാൻ പോവാണ്. അപ്പോൾ അതേ വെന്ത് സെറ്റായിട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി വെന്തതിന് ശേഷം നമ്മൾ വീണ്ടും അടച്ചു വെക്കാം കേട്ടോ. ഒന്നും കൂടി വെന്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർക്കത്ത് കൊടുക്കാവുന്ന കേട്ടോ. അപ്പം ഗായ്സ് നമ്മളിത് തുറക്കാൻ പോകട്ടോ. അപ്പോൾ ഇത് തുറന്നു സെറ്റായി നന്നായി വെന്തു കൂട്ടോ. നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങ ചേർക്കുന്നു. ഈ തേങ്ങ ചേർത്ത് ഈ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് തേങ്ങ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഇളക്കി കൊടുക്കുന്നു. നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 ഐറ്റമാണ്. ഒന്ന് ബീട്രൂട്ട് കിച്ചടിയും ഒന്ന് ഇത് കൂട്ടാം. രണ്ടും ഇവിടെ ഇതേ സെറ്റായിക്കൊണ്ടിരിക്കുന്നു കേട്ടത്. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പോൾ ഇതേ സെറ്റായിട്ടോ. നമുക്ക് സെറ്റായിട്ടാ. ഞങ്ങളെ ബീട്രൂട്ട് തോരൻ ശരിയായിട്ടുണ്ട്. പിന്നെ നിങ്ങളത് ഞാൻ ചെയ്ത പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.
കാരണം ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്ന വീഡിയോ ആണ്. ഞങ്ങൾ അധികമായിട്ട് ഈ യൂട്യൂബ് തുടങ്ങിയിട്ടും പിന്നെ ഞങ്ങൾക്ക് അറിയൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, ബൈ.